നമസ്കാരം. ദീപക് ഗോപി പ്രസൻസിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ ഒരു പരിവർത്തനം സാധ്യമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ 2020 മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. 2024-25 അധ്യയന വർഷകാലം മുതൽ, അതായത് ഈ വർഷം മുതൽ, ഈ അധ്യയന വർഷകാലം മുതൽ കേരളത്തിലെ കോളേജുകളിൽ ഇത് നടപ്പാക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുക നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020-യെക്കുറിച്ചും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഇത് കേരളത്തിൽ നടപ്പാക്കുമ്പോൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെക്കുറിച്ചുമൊക്കെയാണ്. ഈ ഒരു ചർച്ചയിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് കേരള സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷനിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യ സേനനാണ്. മാഡത്തെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രഖ്യാപിച്ച നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിയെക്കുറിച്ച് ഒരു ജനറൽ ഐഡിയ പ്രേക്ഷകർക്കൊന്ന് കൊടുക്കാമോ? നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി 2020 നമുക്കിപ്പോൾ 34 വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്ത ഒരു ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കുറിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ പഴയ വിദ്യാഭ്യാസ പോളിസികളിൽ നിന്നുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് പറയുന്നത് 5 കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, അഫോർഡബിലിറ്റി, ആക്സസിബിലിറ്റി, അതുപോലെ തന്നെ ഇക്വിറ്റി, അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂസ് ലേണിംഗ്, ഇത്തരം കാര്യങ്ങളിലാണ് ഈ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത് ആക്സസിബിലിറ്റിയെക്കുറിച്ചാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ NEP 2020 മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഹയർ എഡ്യൂക്കേഷൻ GR ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ 26% ഉള്ളൂ. അതേസമയം നൗ NEP 2020 ഈസ് ട്രൈങ് ടു ബ്രിങ് ഇൻ അല്ലെങ്കിൽ എൻഹാൻസ് ടു 50%. 2030 50%-ലേക്കുള്ളൊരു വർധനവാണ് നമ്മൾ ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ കൂടി ഉദ്ദേശിക്കുന്നത്. അത് പ്രധാനമായിട്ടുള്ള ഒരു മാറ്റമാണ്. അപ്പോൾ അവിടെ എങ്ങനെ നമുക്ക് കൂടുതൽ കുട്ടികൾക്ക് ആക്സസിബിലിറ്റി ഉണ്ടാക്കാം. നമ്മൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ എടുത്താലും അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ എടുത്താലും ആ ആക്സസിബിലിറ്റിക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ട്രക്ചറിൽ ഉണ്ടായിരിക്കുന്ന മാറ്റമാണ്. അതിന് സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷൻ ആയാലും അതെ, ഹയർ എഡ്യൂക്കേഷനിലായാലും നമ്മൾ ഓൾറെഡി ഉണ്ടായിരിക്കുന്ന സ്ട്രക്ചറിനെ മൊത്തത്തിൽ മാറ്റിയിരിക്കുകയാണ്. സ്കൂൾ എഡ്യൂക്കേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 10+2 പാറ്റേൺ എന്നുള്ള രീതി മാറിയിട്ട് 5+3+3+4 എന്ന പാറ്റേണിലോട്ട് നമ്മൾ മാറുകയാണ്. അതുപോലെ ഹയർ എഡ്യൂക്കേഷനിലോട്ട് നമ്മൾ കടക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ 3 വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ മാറി 4 ഇയർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് എന്നുള്ള രീതിയിലോട്ട് മാറുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, PhD എന്നുള്ളതും മാറുകയാണ്. PhDയുടെയും അടിസ്ഥാന യോഗ്യത എന്നുള്ളതൊക്കെ ഉള്ളതിലെല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ. അതുപോലെ തന്നെ വിദ്യാർത്ഥി കേന്ദ്രീകൃത വിദ്യാഭ്യാസമാണ് ഇനി വരാൻ പോകുന്നത്. ഒരു സ്റ്റുഡൻസിന് മാക്സിമം ചോയ്സ് കൊടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസം, സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്താണോ ആവശ്യം അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും പ്രോഗ്രാമുകൾ പഠിക്കാനുമുള്ള ഒരു സാധ്യതയാണ് NEP 2020 മുന്നോട്ട് വയ്ക്കുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വിദ്യാഭ്യാസത്തെ സ്കൂൾ തലം, കോളേജ് തലം എന്നൊക്കെ വേർതിരിക്കുന്നുണ്ടല്ലോ. ഈ സ്കൂൾ തല വിദ്യാഭ്യാസത്തിൻ്റെ സ്ട്രക്ചർ അടിമുടി മാറാൻ പോകുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്? സ്കൂൾ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ NEP മുന്നോട്ട് വയ്ക്കുന്നത് അടിസ്ഥാനപരമായി മാറിയിരിക്കുകയാണ്. അതായത് 10+2 പാറ്റേണിൽ നിന്ന് 5+3+3+4 പാറ്റേൺ വന്നു. അവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, തികച്ചും മറ്റതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ECC എന്ന് പറയുന്നതിന് വളരെ മുൻതൂക്കം കൊടുത്തിരിക്കുകയാണ്. അതായത് കുട്ടികളെ 3 വയസ്സ് മുതൽ സ്കൂളിലേക്ക് വിടുക എന്നുള്ളതാണ് NEP പറയുന്നത്. അപ്പോൾ അതിലാണ് ശരിക്കും ഒരു ചലഞ്ച്. അവിടെയാണ് നമ്മുടെ NEP
NEP-യുടെ ചലഞ്ചും അവിടെ തന്നെയാണ് കിടക്കുന്നത്. ഈ 3 മുതൽ അല്ലെങ്കിൽ 3 വയസ്സിൽ ചേരുന്ന അംഗനവാടികളിൽ ചേരുന്ന കുട്ടികൾ ആദ്യം അവർക്ക് ഫൗണ്ടേഷൻ കോഴ്സാണ്. ആദ്യത്തെ 5 വർഷം ഫൗണ്ടേഷൻ കോഴ്സ്, അടുത്ത 3 വർഷം അതായത് 3-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ പ്രിപ്പറേറ്ററി കോഴ്സ്, അത് കഴിഞ്ഞ് മിഡിൽ സ്കൂൾ 6 മുതൽ 8 വരെ മിഡിൽ സ്കൂളും, അത് കഴിഞ്ഞിട്ടുള്ള 9, 10, 11, 12 എന്ന് പറയുന്നത് ഹൈസ്കൂളായിട്ട് മാറും. ഇത്തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രീതി മാറുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം, കൊച്ചുകുട്ടികളിൽ എന്തുകൊണ്ട് 3 വയസ്സിൽ സ്കൂളിൽ ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആത്യന്തികമായിട്ട് നമ്മളവിടെ പഠിപ്പിക്കുന്നത് ശരിക്കും ടോയ്ലറ്റ് ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത് കുട്ടികൾക്ക്. ആ സമയത്ത് ചെറിയ ചെറിയ സ്കിൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ രാജ്യത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് എത്രമാത്രം പ്രായോഗികമാകും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വളരെ കൺസേൺ ഉണ്ട്. അത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴും കിൻഡർ ഗാർട്ടനിൽ പലയിടത്തും എന്താ പറയുക, കുട്ടികളെ നമ്മൾ അവിടുന്ന് ABCD പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ 3 വയസ്സുള്ള കുട്ടികളെ ABCD പഠിപ്പിക്കാനല്ല, മറിച്ച് ഈ പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത് അവരെ, പിന്നെ ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് അടുത്ത പ്രിപ്പറേറ്ററി സ്റ്റേജിന് വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാനം, അല്ലെങ്കിൽ അവരെ അതിന് വേണ്ടി ഒന്ന് മുന്നൊരുക്കം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് വേണ്ട ചെറിയ ചെറിയ സ്കിൽസ് പ്ലേവേ മെത്തേഡിൽ കൂടി സ്കിൽസ് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഇംപ്ലിമെൻറ്റേഷൻ നടപ്പിലാകുമ്പോൾ സ്കൂളുകളിൽ അത് എത്രത്തോളം നടപ്പിലാകുമെന്നുള്ളതിൽ സംശയമുണ്ട്. കാര്യം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള അംഗൻവാടികളിലെ ടീച്ചേഴ്സ് ആർ ദി ഇക്വിപ്ഡ് ഇനഫ് ടു ഹാൻഡിൽ ഓൾ ദീസ് തിങ്സ്. ഇപ്പോഴത്തെ ടീച്ചേഴ്സിന് ഈ ചെറിയ കുട്ടികളെ പ്ലേവേ മെത്തേഡിൽ കൂടി അവരുടെ സ്കില്ലുകൾ വികസിപ്പിച്ചെടുക്കാനുള്ള കഴിവ് അവർക്കുണ്ടോ? കഴിവില്ല എന്നല്ല പറയുന്നത്, അവർക്കതിന് പരിശീലനം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ നമുക്കറിയാം വലിയ ചെറിയ കുട്ടികളുടെ ഒരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 1000 ദിവസങ്ങൾ, ജനിച്ച ആദ്യത്തെ 1000 ദിവസങ്ങളിലാണ് കുട്ടികളുടെ ന്യൂറോൺസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെയാണ് പഠനം ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ ഈ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നൊരു വിദ്യാഭ്യാസം നല്ല രീതിയിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുന്ന തരത്തിലായിരിക്കണം. അപ്പോൾ അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് NEP പറയുന്നത്. പക്ഷേ ഇംപ്ലിമെൻറ്റേഷനിൽ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്കവിടെ പാളിച്ചകൾ വന്നേക്കാം. അപ്പോൾ ബാക്കി നമുക്ക് വലിയ കുഴപ്പം വരില്ല. ഓൾറെഡി നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തരത്തിൽ തന്നെയാണ് 3+3+4 പാറ്റേൺ പോകുന്നത്. ആ പാറ്റേൺ വ്യത്യാസം വരുന്നതേ ഉള്ളൂ. പിന്നെ NEP പറയുന്ന ഒരു കാര്യമുണ്ട്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അതുപോലെ സ്കില്ലിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് 6-ാം ക്ലാസ് മുതൽ കുട്ടികളിൽ ഏതെങ്കിലുമൊക്കെ സ്കില്ല്, കമ്പ്യൂട്ടേഷണൽ സ്കില്ല്, അതുപോലെ റോബോട്ടിക് സ്കില്ലിനൊക്കെ കൊടുക്കണമെന്നാണ് NEP മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അവിടെയും എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ആ സമയത്ത് നമ്മൾ ബേസിക് മെയിനായിട്ടുള്ള നോളജല്ലേ ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം എൻ്റെ ഭാഗത്തു നിന്നുണ്ട് പലപ്പോഴും. അതായത് നമ്മളെപ്പോഴും നോക്കുമ്പോഴും നമുക്കറിയാം നമ്മുടെ കുട്ടികൾ വളരെ മികച്ചതായി, ലോക നിലവാരത്തിൽ നോക്കുമ്പോൾ ഇന്ത്യൻ കുട്ടികൾ വളരെ മികച്ചതായി കാണപ്പെടുന്നത് ദേ ആർ വെരി ഗുഡ് ഇൻ ദ നോളജ് സിസ്റ്റം. അപ്പോൾ ആ ഒരു സംഭവം സ്കില്ലിന് വേണ്ടി നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പം നോളജിൽ കുറവ് വരത്തില്ലേ എന്നൊരു സംശയമുണ്ട്. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് പ്രോപ്പർലി ഇംപ്ലിമെൻറ്റഡ്, ഐ ക്യാൻ ഷുവർലി സേ ദാറ്റ് ക്യാൻ ഓൾസോ ബി അഡ്രസ്ഡ്. ഇത് കൂടാതെ മറ്റെന്തൊക്കെ ചേഞ്ചസ് ആണ് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ സംഭവിക്കുക? സ്കൂൾ തല വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നാണ് ടീച്ചർ എഡ്യൂക്കേഷൻ. NEP 2020 കാര്യമായ മാറ്റമാണ് നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷൻ മേഖലയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 2 ഇയർ BEd അല്ലെങ്കിൽ പഴയ 1 ഇയർ BEഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് പുതിയ ടീച്ചർ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തെ NEP വ്യക്തമാക്കുന്നത്. അതായത് 4 വർഷം മറ്റു ഗ്രാജുവേറ്റ് കോഴ്സുകൾ പോലെ തന്നെ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് ടീച്ചർ എഡ്യൂക്കേഷൻ BEd എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ മറ്റൊരു വിഷയത്തോടൊപ്പം തന്നെ ചേർന്ന് ടീച്ചർ എഡ്യൂക്കേഷനും പഠിക്കുന്ന ഒരു രീതിയാണ് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അപ്പോൾ ഇത്രയും നാൾ സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിന്ന എല്ലാ വിദ്യാഭ്യാസം, അതായത് ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജുകളും അത് മാറി ഇനി മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മാറും. അതായത് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു കുട്ടിക്ക് അതായത് സ്വന്തം സബ്ജക്റ്റിലുള്ള ഡിഗ്രി കോഴ്സും അതുപോലെ തന്നെ ടീച്ചർ എഡ്യൂക്കേഷനിലുള്ള ഒരു ഡിഗ്രിയും കിട്ടും. BSc BEd അല്ലെങ്കിൽ BA BEd അല്ലെങ്കിൽ BCom BEd എന്ന രീതിയിലായിരിക്കും പോവുക. അതുപോലെ തന്നെ NEP മുന്നോട്ട് വയ്ക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഇനി മുതൽ 2030 ശേഷം അധ്യാപകരാകാൻ ഉള്ളവരുടെ യോഗ്യത എന്ന് പറയുന്നത്
ITEP ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞ വ്യക്തിക്ക് മാത്രമേ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാവാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ നേരത്തെ പോലെ DLED അല്ലെങ്കിൽ പ്രീ ഡിഗ്രി +2 കഴിഞ്ഞിട്ട് DLED പ്രോഗ്രാമിന് പോകുന്ന ആ സാധ്യത ഇനിയില്ല. മിനിമം യോഗ്യത എന്ന് പറയുന്നത് 4 വർഷത്തെ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. ഇപ്പോൾ പ്രൈമറി പഠിപ്പിക്കാനായാലും അതുപോലെ തന്നെ സെക്കൻഡറി പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെങ്കിലും 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം തന്നെ ആയിരിക്കണം വേണ്ടത്. അപ്പോൾ അവിടെ നാഷണൽ അതുപോലെ തന്നെ NEP മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഇതാണ് നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചർ NPST. വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ടീച്ചേഴ്സിൻ്റെ യോഗ്യതകൾ എന്തൊക്കെയായിരിക്കണം, ഒരു ടീച്ചറിന് എങ്ങനെയാണ് പ്രൊമോഷൻ കിട്ടുന്നത്. അതിൽ 4 സ്റ്റെപ്പുകളായിട്ടാണ് ബിഗിനർ ടീച്ചർ മുതൽ അങ്ങ് ഏറ്റവും അവസാനം ലീഡർ ടീച്ചർ വരെ എത്തുന്ന ഒരു വെറൈറ്റി തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ടീച്ചർ എന്താ പറയുക മാനദണ്ഡങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ടുള്ള രീതിയിലാണ് NPST പറയുന്നത്. അപ്പോൾ നല്ല വ്യത്യാസം, വളരെ കാര്യക്ഷമമായ വ്യത്യാസമാണ് ടീച്ചർ എഡ്യൂക്കേഷൻ മേഖലയിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയും ഇറ്റ് ഈസ് എ വെൽക്കം മൂവ് ഫ്രം ദ പാർട്ട് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ബിക്കോസ് നമ്മൾ മറ്റ് അന്താരാഷ്ട്ര തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത്തരത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അതൊരു വേറിട്ട മാറി നിൽക്കാതെ നമ്മുടെ മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കുട്ടിയെ ഇക്വിപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് മാറേണ്ടത്. ഇനി നമുക്ക് കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് വരാം. നിലവിൽ കോളേജ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 3 വർഷത്തെ ഡിഗ്രി, അത് കഴിഞ്ഞ് 2 വർഷത്തെ PG, അത് കഴിഞ്ഞ് വേണമെങ്കിൽ റിസർച്ച് എന്നൊക്കെയുള്ള രീതിയിലാണ് നിലവിലെ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ. ഈ ഒരു സ്ട്രക്ചർ ഓർമ്മയാകാൻ പോകുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു, ശരിയാണോ? ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ NEP 2020 പറയുന്ന ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടത് കുട്ടികളുടെ അതായത് സ്റ്റുഡൻറ്റ് ഫ്രീഡം, സ്റ്റുഡൻറ്റ് ചോയ്സ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് NEP മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് അതുപോലെ തന്നെ നമ്മുടെ 3 വർഷത്തെ UG പ്രോഗ്രാം, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇനി മുതൽ 4 വർഷത്തിലോട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഐ മസ്റ്റ് സേ ഇറ്റ് ഈസ് എ വെൽക്കം മൂവ്. ബിക്കോസ് നമുക്കറിയാം പലപ്പോഴും നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ UG കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്ന കുട്ടികൾ പ്രധാനമായിട്ടും അവർക്ക് അനുഭവിക്കുന്ന ഒരു പ്രധാന ചലഞ്ച് എന്ന് പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ ദേ ഹാവ് ടു ഡു 1 more year. അതായത് അവർ 3 year ചെയ്തിട്ടുള്ളൂ, 4 year ഈസ് നോട്ട് ഇക്വലന്റ് ടു ദെയർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു മൂവ്മെൻറ്റിൽ കൂടി ആ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് മാറിക്കിട്ടും. അതൊരു വലിയ നല്ലൊരു കാര്യമാണ്. അപ്പോൾ 3 വർഷത്തെ UG പ്രോഗ്രാം ഈസ് ചേഞ്ച് ടു 4 year. ഈ 3 വർഷത്തെ UG 4 വർഷത്തിലോട്ടുമാകുമ്പോൾ നമ്മൾ 1 വർഷം കൂട്ടിച്ചേർക്കുകയല്ല, മറിച്ച് നമ്മളതിനെ മൊത്തം ഉടച്ചു വാർക്കുകയാണ്. ദ കരിക്കുലം ഈസ് കംപ്ലീറ്റ്ലി റീസ്ട്രക്ചർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് എടുത്തു പറയാനുള്ളത് നമ്മൾ വി ആർ ഫോളോയിങ് ദ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ കരിക്കുലം, അതാണ് ഫോളോ ചെയ്യുന്നത്. നമുക്കറിയാം പലപ്പോഴും ഈ OBE എന്തുകൊണ്ട് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിൽ വന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതായത് പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ എന്താ പറയുക അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ കുട്ടികളുടെ പ്ലേസ്മെൻറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ പഠിച്ചെങ്കിലും ആ വിഷയങ്ങളിൽ തന്നെ അവർക്ക് പ്ലേസ് ആകാനുള്ള അല്ലെങ്കിൽ പഠിച്ച രീതിയിൽ പ്ലേസ്ഡ് ആകാനുള്ള ഒരു സാധ്യത കുറവാണ് OBE എന്ന് പറയുന്ന ഒരു കരിക്കുലം അല്ലെങ്കിൽ അത്തരത്തിൽ കരിക്കുലം ഒരു അപ്രോച്ചിൽ ഒരു ചേഞ്ച് വരാൻ നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ NEPയും പറയുന്നത് അതുപോലെ തന്നെ 4 year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം വിത്ത് OBE കരിക്കുലം എന്നുള്ളതാണ്. അപ്പോൾ അതുവഴി കുട്ടികൾക്ക് കൂടുതലായിട്ട് എന്താ പറയുക പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ പറ്റും, സ്കിൽഡ് ആളുകളെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ അത്തരത്തിലൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്, അതായത് ഒരു കുട്ടിക്ക് ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ വേണമെങ്കിലും അവൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്യാം. സപ്പോസ് ഹി ഈസ് നോ അണേബിൾ ടു കണ്ടിന്യൂ ഹി സ്റ്റഡി ഇൻ എ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി ഇൻ കേരള ബിക്കോസ് ഹി ഈസ് മൂവിങ് ടു എന്താ പറയുക ഡൽഹി, അങ്ങനെയാണെങ്കിൽ ഹി ക്യാൻ വെരി വെൽ കണ്ടിന്യൂ ഹി സ്റ്റഡീസ് ഇൻ അനദർ യൂണിവേഴ്സിറ്റി ഇൻ ഡൽഹി. ഇവിടെ നിന്നുള്ള ക്രെഡിറ്റ് അങ്ങോട്ട് ആഡ് ചെയ്യപ്പെടും. അതൊരു വളരെ വെൽക്കം മൂവാണ്. കാര്യം കുട്ടിക്കൊരിക്കലും എന്താ പറയുക അവൻ ഏൺ ചെയ്ത ക്രെഡിറ്റ് നഷ്ടമാവുന്നില്ല. കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്നുള്ളത് വളരെ നല്ല രീതിയിൽ സാധ്യമാക്കുന്നൊരു രീതിയാണ് NEP 2020 മുന്നോട്ട് വയ്ക്കുന്നത്. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്. ഏത്
യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ക്രെഡിറ്റ് എടുത്താലും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് രജിസ്റ്റർ, ഒരു കുട്ടിക്ക് അവൻ്റെ അക്കൗണ്ടിലോട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്വയം കോഴ്സുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ NEP മുന്നോട്ട് വയ്ക്കുന്നത് അക്സസിബിലിറ്റിയാണ്. അപ്പോൾ ഇത്രയും പോപ്പുലസ് ആയിട്ടുള്ള കൺട്രിയിൽ നമ്മുടെ 100% ആൾക്കാർക്കും ഹയർ എഡ്യൂക്കേഷനിൽ അക്സസിബിലിറ്റി കിട്ടണമെങ്കിൽ ദ ഓൺലി വേ ഔട്ട് ഈസ് ബ്ലെൻഡഡ് ലേണിംഗ് അപ്രോച്ച്. അപ്പോൾ ഈ ബ്ലെൻഡഡ് ലേണിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത് സാധ്യമാവണമെങ്കിൽ എഗെയിൻ അഫോർഡബിലിറ്റി എന്ന് പറയുന്നതും അക്സസിബിലിറ്റി ഒക്കെ അതിന് പ്രധാനമാണ്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ബ്ലെൻഡഡ് ലേണിംഗ് അപ്രോച്ചിൽ കൂടി കുട്ടിക്ക് സ്വയം കോഴ്സുകൾ, മൂക്ക് കോഴ്സുകൾ എടുക്കാൻ കഴിയുകയും അതുവഴി കുട്ടിക്ക് ക്രെഡിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. സപ്പോസ് ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് ലാക്ക് വന്നാൽ, കോളേജിൽ പോകാൻ പറ്റാതെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പോകാൻ പറ്റാതെ അവിടെ ഒരു ലാക്ക് വന്നാൽ, ഹി ക്യാൻ ഏൺ ഹിസ് ക്രെഡിറ്റ് ത്രൂ സ്വയം കോഴ്സസ് അല്ലെങ്കിൽ അനദർ മൂക്ക് കോഴ്സ് ആൻഡ് ക്യാൻ ആഡ് ദിസ് പർട്ടിക്കുലർ ക്രെഡിറ്റ് ടു ഹിസ് ബാങ്ക്, അങ്ങോട്ടിടാം. അപ്പോൾ അതൊരു വലിയ ഗുണമാണ്. കാര്യം നമുക്കറിയാം കേരളത്തിലെ പോലെയല്ല പല ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലും അവിടെ നമ്മുടെ അക്സസിബിലിറ്റി ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് വളരെ ഒരു വലിയ ചലഞ്ചാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് അവർക്ക് ഈ ഇതുപോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ക്രെഡിറ്റ് ഏൺ ചെയ്ത് അവർക്ക് പ്രോഗ്രാംസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് മുന്നോട്ട് വയ്ക്കുന്ന വളരെ നല്ലൊരു കാര്യമാണ്. ബട്ട് എഗെയിൻ അതിൻ്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം നമുക്ക് അക്സസിബിലിറ്റി, നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ, നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഇതൊക്കെ നമ്മൾ കണക്കിലെടുത്താൽ വെദർ വി വിൽ ബി ഏബിൾ ടു ഡൂ ദിസ് വിത്തിൻ ദിസ് 6-7 ഇയേഴ്സ് ടൈം. 2030 നമ്മൾ 50% GR കൊണ്ടുവരുമെന്ന് പറയുന്നത് അത് എത്രമാത്രം സാധ്യമാകും എന്നറിയില്ല. പക്ഷേ എന്നാലും നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കേണ്ടിയിരിക്കുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം മറ്റെന്തൊക്കെ ചേഞ്ചസ് ആണ് കോളേജ് വിദ്യാഭ്യാസത്തിൽ സംഭവിക്കുക? NEP 2020 മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ആശയമാണ് ഫോറിൻ യൂണിവേഴ്സിറ്റീസിൻ്റെ വരവ്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് നമ്മുടെ രാജ്യത്ത് ക്യാമ്പസുകൾ ഓപ്പൺ ചെയ്യുന്നതിനെക്കുറിച്ച്. അതിൽ ചെറിയ ചലഞ്ചസ് ആൻഡ് കൺസേൺസ് ഉള്ളത് വളരെ നല്ല മൂവാണ്. ബട്ട് ദർ ആർ സ്റ്റിൽ കൺസേൺസ് ആൻഡ് ചലഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ഹൗ ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ്. അതായത് നമ്മുടെ റെഗുലേഷൻസിന് ഏതൊക്കെ എങ്ങനെയായിരിക്കും റെഗുലേഷൻസ് ഉണ്ടാവുക, വെദർ ഈ പറയുന്ന നമ്മുടെ സോഷ്യൽ ഇക്വിറ്റി അതുപോലെ പല കാര്യങ്ങളും നമുക്ക് റിസർവേഷൻ പോളിസീസ് ഇതൊക്കെ ഏത് തരത്തിലായിരിക്കും അവിടെയും ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലല്ലെങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റികൾ ഇങ്ങോട്ട് വരുമ്പോൾ, അതുപോലെ തന്നെ വിദേശ യൂണിവേഴ്സിറ്റികൾ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ വെദർ ദേ വിൽ കീപ് ദാറ്റ് സ്റ്റാൻഡേർഡ്. ഫോർ എക്സാമ്പിൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പോലുള്ളൊരു യൂണിവേഴ്സിറ്റി അവർ ഇവിടെ ഒരു ക്യാമ്പസ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന അതേ രീതിയിലുള്ള വിദ്യാഭ്യാസം വെദർ ദേ വിൽ പ്രൊവൈഡ് ദാറ്റ് ടു അവർ സ്റ്റുഡൻസ് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പിന്നെ ആദ്യം നമുക്കറിയാം NEP ആദ്യം പറഞ്ഞപ്പോൾ ആദ്യത്തെ QRS റാങ്കിങ്ങിലെ ആദ്യത്തെ 100 എന്നാണ് പറഞ്ഞിരുന്നത്. 100 റാങ്ക് വരെ വരുന്ന കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നിരുന്നത്. പക്ഷേ നമ്മൾക്ക് മനസ്സിലായി ദേ ആർ നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ടു ഓപ്പൺ ദിയർ ക്യാമ്പസ് ഇൻ അവർ ഇൻ അവർ കൺട്രി ആൻഡ് ദെൻ അതെ നമ്മളിപ്പോൾ 500 എന്നുള്ളതിലോട്ട് മാറിയിരിക്കുകയാണ്. ബട്ട് വി സ്റ്റിൽ ബിലീവ് ദാറ്റ് യുവർ യൂണിവേഴ്സിറ്റീസ്, നമ്മൾ ഓൾറെഡി ഒരു യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞു. അപ്പം യൂണിവേഴ്സിറ്റീസ് വരും. ബട്ട് വി ഷുഡ് ഹാവ് വളരെ വ്യക്തമായിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ടാവണം. കാര്യം നമ്മുടെ സോഷ്യൽ ഇക്വിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അതിനുള്ളൊരു അവസരം കിട്ടുന്ന തരത്തിലുള്ള റെഗുലേഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. പുതിയ പദ്ധതി പ്രകാരം കേരളത്തിലെ ഡിഗ്രി പ്രോഗ്രാമുകൾ 2024-25 അധ്യയന വർഷ കാലഘട്ടം മുതൽ എത്തരത്തിലായിരിക്കും മാറുക? കേരളത്തിൽ ഈ വർഷത്തെ ഡിഗ്രി വിദ്യാഭ്യാസം 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമുകളായിട്ടാണ് തുടങ്ങാൻ പോകുന്നത്. ജൂണിൽ നമ്മുടെ എല്ലാ അഫിലിയേറ്റഡ് കോളേജസും, കേരള യൂണിവേഴ്സിറ്റിയിലെ എല്ലാ അഫിലിയേറ്റഡ് കോളേജസിലും തുടങ്ങുമ്പോൾ 4 വർഷത്തെ ബിരുദ പ്രോഗ്രാമുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഈ 4 വർഷത്തെ ബിരുദ പ്രോഗ്രാമുകൾ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 3 വർഷത്തിലെ 1 വർഷം കൂട്ടിച്ചേർക്കുകയല്ല, മറിച്ച് നമ്മൾ പുതിയൊരു കരിക്കുലം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിൽ 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമുകൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വ്യത്യാസം വരുന്നത്, കുട്ടിക്ക് വേണമെങ്കിൽ 3 വർഷം മതി എന്ന് തോന്നുക, 3 വർഷത്തെ ബിരുദം മതി എന്നുണ്ടെങ്കിൽ അവന് അവിടെ വെച്ച് എക്സിറ്റ് ചെയ്ത് പോകാം. 3 ഇയർ ഡിഗ്രി പ്രോഗ്രാം ഇതിനുള്ള ചോയ്സ് കുട്ടിക്കുണ്ട്. 3 വർഷം മതിയെങ്കിൽ ഹി ക്യാൻ എക്സിറ്റ് ഫ്രം ദ 3rd ഇയർ. അതല്ല മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവിടെയും 4ാമത്തെ വർഷം പഠിക്കണമെങ്കിൽ ദർ ആർ 2 ഓപ്ഷൻസ്.
ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 80% കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ ഹി ക്യാൻ ഓപ്റ്റ് ഫോർ ദ റിസർച്ച് ഡിഗ്രി. അതായത് ഈ 4ാമത്തെ വർഷം പഠിക്കുന്നതിൽ റിസർച്ചിന് കൂടുതൽ മുൻഗണന കൊണ്ട് പഠിക്കുന്ന ഒരു കോഴ്സ്, കുറച്ച് കോഴ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ പോകാം. അല്ലെങ്കിൽ സാധാരണ 80% കുറവാണെങ്കിൽ ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് ഹാവ് ഓൺലി ദ ഓപ്ഷൻ ഓഫ് സ്റ്റഡിങ് ദ 4th ഇയർ ഡിഗ്രി, 4ാമത്തെ വർഷം പഠിക്കുക എന്നുള്ളതാണ്. ഈ റിസർച്ച് ഡിഗ്രി പഠിക്കുന്ന കുട്ടിക്ക് ഹി മേ ഹാവ് ദ ലാറ്ററൽ എൻട്രി ടു PhD പ്രോഗ്രാം. അതാണ് 4 വർഷത്തെ ബിരുദ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത. ആൻഡ് ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ കരിക്കുലം. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ OBE കരിക്കുലത്തിനാണ് ഔട്ട്കമിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് കുട്ടിയുടെ ഇൻഡസ്ട്രിയും അല്ലെങ്കിൽ ഡിമാൻഡും ഒക്കെ പ്ലേസ്മെൻറ്റും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടും പുതിയ ന്യൂ ജനറേഷൻ കോഴ്സുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും കുട്ടികൾക്ക് മാക്സിമം ജോലി സാധ്യതയ്ക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തുകൊണ്ടുള്ള ഒരു കരിക്കുലമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നൊരു രീതിയുണ്ട്, കുട്ടികളൊക്കെ പുറത്തേക്ക് പോകുന്നു. അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് കരിക്കുലം പഠിച്ചാൽ ജോലി കിട്ടില്ല എന്നൊരു പ്രിജുഡിസ്, ദ സ്റ്റുഡൻസ് ആർ ബീങ് പ്രിജുഡിസ് എന്ന് ഞാൻ പറയും പലപ്പോഴും. അല്ലാതെ ഐ ഡോണ്ട് ബ്ലെയിം ദ കരിക്കുലം ആൻഡ് ഐ സിംപ്ലി സേ ദാറ്റ് നമ്മുടെ കരിക്കുലത്തിനല്ല പ്രശ്നം. ബിക്കോസ് നമ്മുടെ കുട്ടികളെല്ലാവരും പുറത്തു പോകുമ്പോൾ ദേ ആർ ബീങ് പ്ലേസ്ഡ് വളരെ നല്ല രീതിയിൽ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ വളരെ വലിയ നിലയിലാണ് ഓരോ ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് ദാറ്റ് വാട്ട് വി ആർ ടീച്ചിങ് ദം, അല്ലെങ്കിൽ അവർ പഠിക്കുന്ന വിദ്യാഭ്യാസം വളരെ നല്ലതാണ്. പക്ഷേ നമുക്ക് എവിടെ പാളിച്ച് വരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അസസ്മെൻറ്റിലാണ് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൗ വി അസസ് അവർ സ്റ്റുഡൻസ്. ഇപ്പോഴും നമ്മുടെ പാഠ്യരീതികളിൽ കുട്ടികളെ അസസ് ചെയ്യുന്നത് മെമ്മറി ബേസ്ഡ് ആണ്. അവരെന്ത് പഠിച്ചു എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടിട്ടാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ അസസ്മെൻറ്റ് അവരിലുള്ള കഴിവുകളെ നമ്മൾ അസസ് ചെയ്യുന്ന രീതിയിലോട്ട് നമ്മൾ മാറുവാണെങ്കിൽ ഒരു പക്ഷേ നല്ല വ്യത്യാസം വരും. അത് തന്നെയാണ് നമ്മൾ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ കരിക്കുലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ മെമ്മറി ടെസ്റ്റിൽ നിന്ന് മറിച്ച് കുട്ടികളുടെ കഴിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ അവിടെ അനാലിസിസ് നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കരിക്കുലമാണ് പുതിയ 4 വർഷം 4 ഇയർ UG കരിക്കുലത്തിനകത്ത് നമ്മളിപ്പോൾ കേരളത്തിൽ ഈ വർഷം മുതൽ നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ അവിടുത്തെ സ്വാഭാവികമായിട്ടും ഈ ഒരു മാറ്റം അധ്യാപകരിലും വിദ്യാർത്ഥികളിലും അതുപോലെ തന്നെ അധ്യാപകരിലും പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകരിലും ഒരുപാട് ആശങ്കകളുണ്ടാവും, ഉറപ്പാണ്. അത് പ്രധാനപ്പെട്ട എടുത്ത് പറയാനുള്ളത് വിദ്യാർത്ഥികളിലും അതുപോലെ തന്നെ പേരൻസിലും. പലപ്പോഴും പേരൻസ് കുട്ടികൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഹിയർ ഇൻ ഇന്ത്യ. അതാണ് അവർ പുറത്തേക്ക് പോകുന്നത്. അത് പലപ്പോഴും പേരൻസ് അത് വിചാരിച്ചിട്ട് ദേ ആർ സ്പെൻഡിങ് ഹ്യൂജ് മണി ഫോർ ദ സ്റ്റുഡൻസ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ അധ്യാപകരെയും നമ്മുടെ രക്ഷിതാക്കളെ നമ്മൾ അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കേണ്ടിയിട്ട്. ആൻഡ് ഈ കേരള യൂണിവേഴ്സിറ്റി വി ജസ്റ്റ് ട്രൈങ് ടു, ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ രക്ഷകർത്താക്കളെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും അതിനെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കത്തക്ക രീതിയിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. സോ ദാറ്റ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട്ലി ഈസ് ദിസ് 4 ഇയർ UG പ്രോഗ്രാം. അല്ലെങ്കിൽ പലപ്പോഴും നമുക്കറിയാം പഴയ വിദ്യാഭ്യാസ പദ്ധതികളും അല്ലെങ്കിൽ പോളിസികളും നമ്മൾ കൊണ്ടുവന്നപ്പോൾ ചില പോളിസികൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഫെയിൽ ആവാൻ കാരണം അത് പേരൻസ് എത്രമാത്രം ഉൾക്കൊണ്ടു എന്നതിനെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ മോണ്ടിസോറി മെത്തേഡൊക്കെ സ്കൂളുകളിൽ കൊണ്ടുവരുമ്പോൾ പേരൻസ് വിചാരിക്കും കുട്ടിയൊന്നും പഠിക്കുന്നില്ലല്ലോ. അപ്പോൾ പേരൻസിന് കുട്ടികൾ എന്തെങ്കിലും ഇരുന്ന് ഹോംവർക്ക് ചെയ്യുമ്പോഴോ അതവരെന്തെങ്കിലും എഴുതി കുറിക്കുമ്പോഴോ മാത്രമേ അവിടെ പഠനം നടക്കുന്നുള്ളൂ എന്നുള്ളൊരു ധാരണയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതെന്താണ് യഥാർത്ഥത്തിൽ 4 ഇയർ UG പ്രോഗ്രാം, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആശങ്കകൾ ഒരുപാടുണ്ടാവും. പക്ഷേ ഗവൺമെൻറ് ഈസ് ട്രൈങ് ടു ബ്രിങ് ഇൻ മോർ ആൻഡ് മോർ പ്രോഗ്രാം സോ ദാറ്റ് ദീസ് ടൈപ്സ് ഓഫ് കൺസേൺസ് ആൻഡ് ചലഞ്ചസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് എമംഗ് ദ ടീച്ചേഴ്സ്, പേരൻസ് ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആശങ്കകളൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ക്യാമ്പസിൽ ഇത് ഓൾറെഡി കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് അതുപോലെ തന്നെ ഹിസ്റ്ററി 3 ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്നിട്ട് ഓൾറെഡി നമ്മൾ ഈ ഇത്തരത്തിലുള്ള UG പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് വി കുഡ് സീ എ ഡ്രാസ്റ്റിക് ചേഞ്ച്. അവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ആൻഡ് ദ ക്യാമ്പസ് ഈസ് ട്രൈങ് ടു ബ്രിങ് ഇൻ മോർ ആൻഡ് മോർ പ്രോഗ്രാംസ്. 19ഓളം പുതിയ
ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്നിട്ട് പുതിയ ഒരുപാട് ചോയ്സ് കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമുകൾ നമ്മൾ പ്ലാൻ ചെയ്യുവാണ്. UG പ്രോഗ്രാമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ സ്വാതന്ത്ര്യമാണ്. ഒരു ബൊഫേ സിസ്റ്റത്തിൽ കുട്ടിക്ക് ഒരാൾക്ക് എത്രമാത്രം ഫുഡ്, അവന് ഇഷ്ടപ്പെട്ട ഫുഡ് എങ്ങനെ കളക്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം, വേസ്റ്റ് ഇല്ലാതെ കഴിക്കാം എന്നതുപോലെ തന്നെയാണ് ഇവിടെ കുട്ടിക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളെ ചൂസ് ചെയ്ത് അവൻ്റെ ഇഷ്ടാനുസരണം പഠിക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം വഴി നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുട്ടിക്ക് എപ്പം മതിയാക്കണോ ഹി ക്യാൻ എക്സിറ്റ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ പ്രോഗ്രാം, എന്നിട്ട് മറ്റതിൽ ജോയിൻ ചെയ്യാം. താല്പര്യമുള്ള വിഷയങ്ങളിലോട്ട് ജോയിൻ ചെയ്യാനും പറ്റും. പിന്നെ റീസെൻ്റായിട്ട് നമ്മുടെ UGC ചെയർമാൻ പറയുന്നുണ്ടായിരുന്നു നെറ്റിനെ കുറിച്ച്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിനെ കുറിച്ച്. ഒരു 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം കഴിയുന്ന ഒരു കുട്ടിക്ക് നേരിട്ട് നെറ്റ് എക്സാം എഴുതാൻ അവൻ യോഗ്യനാണ്. സോ ദാറ്റ് ഈസ് എറ്റ് അനദർ പോസിബിലിറ്റി ഫോർ ദ UG സ്റ്റുഡൻസ്. വീണ്ടും ഒരു 2 വർഷത്തെ PG പ്രോഗ്രാമിന് പോകണ്ട. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദെയർ 4 ഇയർ UG പ്രോഗ്രാം ദേ ക്യാൻ അറ്റൻഡ് ഫോർ ദെയർ നെറ്റ്. അതും സാറ് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ, അതായത് അവർ എക്സ്പെർട്ടൈസ് ഉള്ള വിഷയങ്ങൾ ദേ ക്യാൻ റൈറ്റ് ദ നെറ്റ് എക്സാം. അവരതിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ ദാറ്റ് ഷോസ് ദെയർ എക്സ്പെർട്ടൈസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ സബ്ജക്റ്റ്. അപ്പോൾ അത്രമാത്രം ഒരു സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് പ്രോഗ്രാംസ് ആണ് ഇനി NEP 2020 അല്ലെങ്കിൽ നമ്മൾ ഈ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ പോലൊരു രാജ്യത്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതിൻ്റെ ശരിയായ അർത്ഥത്തിലും വിപുലമായും നടപ്പാക്കണമെങ്കിൽ എന്തൊക്കെ കടമ്പകൾ കിടക്കേണ്ടി വരും? ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നല്ല വശങ്ങളോടൊപ്പം തന്നെ അതിനകത്തെ കുറേ ഏറെ തന്നെ ചലഞ്ചസ് ബാക്കി നിൽക്കുന്നു. നമുക്കറിയാം ഗ്രാൻഡിങ് ഓട്ടോണമി. ഇപ്പോൾ NEP 2020 വളരെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. 2000-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ യൂണിവേഴ്സിറ്റി, അതിനെ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറ്റാം. അപ്പോൾ ഇങ്ങനെ ഗ്രാൻഡിങ് ഓട്ടോണമി ആക്ച്വലി ഇറ്റ് ഈസ് എ വെൽക്കം മൂവ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് സെയിങ് ദാറ്റ് കൺട്രോൾ ഓഫ് ഓട്ടോണമസ് ദീസ് ടൈപ്സ് ഓഫ് കോളേജസ് വിൽ ഗോ ടു എ ബോർഡ് ഓഫ് ഗവേണേഴ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതൊരു ഇതെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള ഫോറിൻ യൂണിവേഴ്സിറ്റീസ് വെൻ ഇറ്റ് കംസ് ടു ഹിയർ, ഇഫ് ദർ ഈസ് നോ കാര്യമായിട്ടുള്ളൊരു റെഗുലേഷൻ, നല്ല രീതിയിലുള്ള റെഗുലേഷൻ ഇല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു കമേഴ്സ്യലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. സോഷ്യൽ ഇക്വിറ്റി എന്ന് പറയുന്നതിനെയൊക്കെ അവിടെ തകിടം മറിക്കാവുന്ന തരത്തിലായിരിക്കും. അതുപോലെ വേറൊരു ചലഞ്ച് നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷനിൽ പറയുമ്പോൾ, സ്കൂൾ എഡ്യൂക്കേഷനിൽ അവർ പറയുന്നുണ്ട് യൂണിഫോം സിലബസ് ക്രോസ് ദ കൺട്രിയാണ് പറയുന്നത്. അതായത് ജമ്മു കാശ്മീർ മുതൽ ഇങ്ങ് കേരളം വരെ ഒരേ കരിക്കുലം ഫോളോ ചെയ്യുന്ന തരത്തിലുള്ളതാണ് പറയുന്നത്. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് കേരളത്തിലുള്ളൊരു കുട്ടിക്ക് വേണ്ട നോളജ് അല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ജമ്മു കാശ്മീരിലൊരു കുട്ടി, അവിടുത്തെ കുട്ടി ഒരു പക്ഷേ മഞ്ഞിനെക്കുറിച്ചും ആവലാഞ്ചിയെക്കുറിച്ചും അറിയേണ്ടിയിരിക്കുമ്പോൾ കേരളത്തിലെ കുട്ടി അറിയേണ്ടത് മഴയെക്കുറിച്ചും വെള്ളപ്പൊക്കത്തിനെക്കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ ആ വ്യത്യാസം നമ്മുടെ കരിക്കുലത്തിനകത്ത് ഉണ്ടാകണം. ഒരു യൂണിഫൈഡ് കരിക്കുലം ഫോർ ദ എൻറ്റയർ കൺട്രി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു അച്ചിനകത്ത് തീർത്ത കുട്ടികളെ പോലെ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള ഭൗതിക നിലവാരവും ഒരേ വ്യത്യസ്ത ചിന്താഗതി അവിടെ ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള NEP-യിൽ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിനകത്ത് മാറ്റങ്ങൾ, സ്റ്റേറ്റ് വൈസ് മാറ്റങ്ങൾ ചെറിയ രീതിയിൽ വരുത്താമെന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യങ്ങളിൽ വ്യക്തത കുറച്ചുകൂടി വരേണ്ടിയിരിക്കുന്നു. അതുപോലെ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ എടുത്താലും നമ്മൾ വളരെ നല്ല കുറേ കാര്യങ്ങളുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെയൊക്കെ പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ, ഈ UG പ്രോഗ്രാം തന്നെ 4 വർഷത്തെ കരിക്കുലത്തിലോട്ട് മാറുമ്പോൾ ആശങ്കകൾ അതെല്ലാം നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ഞാൻ നേരത്തെ പറഞ്ഞു വളരെ വലിയ മാറ്റമാണ് വരുന്നത്. അതായത് എക്സിസ്റ്റിംഗ് സ്റ്റാൻഡ് അലോൺ കോളേജസുകൾക്കൊന്നും തന്നെ ഇനി അങ്ങോട്ട് ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കേരളത്തിലെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജസ് എല്ലാം എല്ലാം തന്നെ സ്റ്റാൻഡ് അലോൺ കോളേജസ് ആണ്. അപ്പോൾ അവർക്കൊന്നും ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കേണ്ടി വരുമ്പോൾ ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഓവർകം ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കൺസേൺസും ചലഞ്ചസും ഇപ്പോഴും ബാക്കി നിർത്തിക്കൊണ്ടാണ് NEP 2020. പിന്നെ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് NEP 2020 എടുത്തു പറയുന്നുണ്ട്, ഇംപ്ലിമെൻറ്റേഷൻ നടക്കുമ്പോൾ അതിൻ്റെ ചർച്ചകൾ നടക്കേണ്ടത് അറ്റ് ദ ഗ്രാസ് റൂട്ട് ലെവൽ എന്നാണ്. താഴേന്ന് മുകളിലോട്ട്, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിലെ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വേണം മുകളിൽ യൂണിവേഴ്സിറ്റി ലെവലിലോട്ട് വരാൻ. അതൊരു നല്ല കാര്യമാണ്. അത്തരത്തിലുള്ള ചർച്ചകൾ വന്നാൽ ശരിക്കും ഗ്രാസ് റൂട്ട് ലെവലിലെ പ്രശ്നങ്ങളെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി അല്ലെങ്കിൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇംപ്ലിമെൻറ്റേഷനിൽ വരുന്ന ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടുകളെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കി അതിൽ നിന്ന് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ഷുഡ് ബി ഡൺ ഫ്രം ദ ഗ്രാസ് റൂട്ട് ലെവൽ. അതുപോലെ നമ്മൾ ഈ പറയുന്ന സ്കൂൾ എഡ്യൂക്കേഷനിലായാലും ഹയർ എഡ്യൂക്കേഷനിലായാലും ഒരു ചെറിയൊരു വിയോജിപ്പ് എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്കൂൾ എഡ്യൂക്കേഷനിലും ഹയർ എഡ്യൂക്കേഷനിലും വ്യത്യാസം കൊണ്ടുവരികയാണ്. ഒരേ സമയം സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ സ്കൂൾ എഡ്യൂക്കേഷനും ഹയർ എഡ്യൂക്കേഷനും മാറ്റുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് ഞാൻ മുന്നിൽ കാണുന്നത്, സ്കൂൾ എഡ്യൂക്കേഷനിൽ വി ആർ ട്രൈങ് ടു ഇംപ്ലിമെൻറ്റ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കരിക്കുലം. അതായത് കുട്ടികളെ ഒരു ഇൻക്വയറി ലേണിംഗ് മെത്തേഡിൽ കൂടി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇത്തരം കുട്ടികൾ ചെറിയ ക്ലാസ്സിലേ തന്നെ അവർ ഇൻക്വയറി ലേണിങ്ങിൽ പഠിക്കുകയാണെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു റിസർച്ച് സ്കിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. അത്തരം കുട്ടികൾ ഹയർ എഡ്യൂക്കേഷനിൽ വരുമ്പോൾ ദേ വിൽ ബി ഏബിൾ ടു എന്താ പറയുക ഗോ അലോങ് വിത്ത് ദിസ് പർട്ടിക്കുലർ തിങ്. അങ്ങനെയുള്ള കുട്ടികളാണ് UG കരിക്കുലം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ബൈ ദ 4 ഇയർ 4ാമത്തെ വർഷമാകുമ്പോഴും എക്സാക്ട്ലി കുട്ടി ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തിരിക്കും. മറിച്ച് ഇന്നത്തെ നമ്മൾക്കറിയാം നമ്മുടെ +2 അല്ലെങ്കിൽ സെക്കൻഡറി സ്കൂൾ ക്ലാസ്സിലെ കുട്ടികളെ നമ്മൾ കൂടുതലായിട്ടും മെമ്മറി പരിശോധിക്കുന്ന രീതിയിലാണ് നമ്മുടെ എന്താ പറയുക വിദ്യാഭ്യാസ രീതി പോകുന്നത്. വിദ്യാഭ്യാസ രീതിയല്ല, മറിച്ച് അസസ്മെൻറ്റ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ പെട്ടെന്ന് ഈ 4 വർഷത്തെ UG കരിക്കുലത്തിലോട്ട് വന്നിട്ട് വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുകയും 4ാമത്തെ വർഷം റിസർച്ച് സ്കില്ല് ഏൺ ചെയ്യണം എന്ന് നമ്മൾ അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെ വളരെ ഒരുപാട് പരിമിതികളുണ്ട് അതിനകത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ദിസ് ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ സ്കൂൾ എഡ്യൂക്കേഷൻ. സ്കൂൾ എഡ്യൂക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഗ്രാജുവലി ദാറ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ടു ദ ഹയർ എഡ്യൂക്കേഷൻ. അപ്പോൾ ഞാൻ പോസ്റ്റ് ഡോക്കുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു US പോകുമ്പോൾ അവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടുത്തെ സ്കൂൾ എഡ്യൂക്കേഷനിൽ റൈറ്റ് ഫ്രം ദെയർ പ്രിപ്പറേറ്ററി സ്റ്റേജ് ഓർ ഫ്രം ദെയർ മിഡിൽ സ്കൂൾ സ്റ്റുഡൻറ്റ് സ്റ്റാർട്ട് ഡൂയിങ് റിസർച്ച്. 6ാം ക്ലാസ് മുതൽ കുട്ടി റിസർച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കണ്ടത്. അല്ലെങ്കിൽ ഹൈപ്പോത്തസ് എഴുതുകയും കുട്ടി ഡാറ്റ അനാലിസിസിനുള്ള അതിന് തരത്തിൽ ഇക്വിപ്പ് ചെയ്യുന്നൊരു രീതിയാണ്. അപ്പോൾ ഇത്തരത്തിൽ പഠിച്ച് സെക്കൻഡറി ക്ലാസ്സുകൾ പഠിച്ച് ഇറങ്ങുന്ന ഒരു കുട്ടിക്ക് 4 വർഷത്തെ UG കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു ലാറ്ററൽ എൻട്രി ടു റിസർച്ച് എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പയേ അല്ല. മറിച്ച് നമ്മുടെ ഇപ്പോഴത്തെ രീതിയിൽ കുട്ടിയെ നമ്മളിപ്പോഴും കാണാതെ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് മാത്രം അസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി 4 ഇയർ പുതിയ ഈ ഒരു കരിക്കുലത്തിലോട്ട് വരുമ്പോൾ ദാറ്റ് സ്റ്റുഡൻറ്റ് വിൽ ഫൈൻഡ് വെരി ഡിഫിക്കൽട്ട് ടു കോപ്പ് വിത്ത് ദ ന്യൂ സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ കുറച്ച് പരിമിതികൾ നമുക്കുണ്ട്. പക്ഷേ കാലക്രമേണ ഇതെല്ലാം ശരിയായി വരും. എന്തായാലും NEP 2020 34 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഒരു മാറ്റം അത്യാവശ്യമായിരുന്നു. ബിക്കോസ് നമുക്കറിയാം NEP 1986 86 വന്ന നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി സയൻസ് ആൻഡ് ടെക്നോളജിക്ക് മുന്നോക്കം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുവന്ന ഒരു പോളിസിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം നമ്മൾ കണ്ടതാണ്. പിൽക്കാലത്ത് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു മേഖലയിൽ ഇത്രയും കുതിപ്പ് നമുക്ക് സാധ്യമായത്. അപ്പോൾ ഈ 34 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ലോകത്തുണ്ടായ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പുതിയൊരു വിദ്യാഭ്യാസ പദ്ധതി അല്ലെങ്കിൽ നയം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ നയം എത്രമാത്രം പ്രയോജനപ്പെടുമെന്ന് ഉള്ളത് ഒരുപക്ഷെ ഒരു 10 വർഷം കഴിഞ്ഞിട്ടേ നമുക്കതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്നാലും വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും എന്ന പ്രത്യാശയോടെ തന്നെ അത് നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, കറകളഞ്ഞ് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സാധ്യതകളും നമ്മൾ അധ്യാപകർ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ ഒരു പരിപാടി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.